ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം നമുക്ക് യൂട്യൂബിൽ എങ്ങനെ SEO ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു യൂട്യൂബിലെ വ്യൂസ് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു 5-6 നോട്ട്സ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം വിശദമായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് യൂട്യൂബ് SEOയിലേക്ക് കിടക്കാം. അപ്പോഴേ നിങ്ങൾക്ക് പൂർണ്ണമായ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് അത് ഏതൊക്കെ രീതിയിലാണ് അതിൽ വ്യൂസ് വരുന്നത്, അതല്ലെങ്കിൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ യൂട്യൂബ് അത് പലതരത്തിൽ അതിനെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംപ്രഷനാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ തന്നെ യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കുക ഒന്നില്ലെങ്കിൽ സെർച്ചിലായിരിക്കും, അതല്ലെങ്കിൽ ബ്രൗസ് ഫീച്ചറിലായിരിക്കും, അതല്ലെങ്കിൽ ചാനൽ സജസ്റ്റഡിലായിരിക്കും. ഇങ്ങനെ 3-4 രീതിയിൽ യൂട്യൂബ് നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യൂസ് പോലും ഇല്ലാത്ത ചാനലിൽ പോലും നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇംപ്രഷൻ ലഭിക്കും. ആ ഇംപ്രഷൻ വഴി നമുക്ക് നമ്മളുടെ വീഡിയോയിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് ഒരു 100 പേരിലേക്ക് സെർച്ചിലും അതേപോലെ ബ്രൗസ് ഫീച്ചറിലും ഇംപ്രഷൻ കൊടുത്തു. അതിൽ നമുക്ക് ഒരു 100 പേർക്ക് ഇംപ്രഷൻ കൊടുത്തതിൽ നിന്ന് നമുക്കൊരു 10 പേര് നമ്മളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് 10%. അപ്പോൾ 1000 പേർക്ക് യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ചാനലിൽ ഒരു 100 പേര് നമ്മളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇംപ്രഷനും ഈ 10% ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്രഷനും CTRഉം കിടക്കുന്നത്. ഇനി നമുക്ക് യൂട്യൂബിൽ ഏതൊക്കെ രീതിയിലാണ് വ്യൂസ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ വ്യൂസ് നമുക്ക് നമ്മളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സെർച്ചിൽ നിന്നുള്ള വ്യൂസ് വേണം. രണ്ടാമത് സജസ്റ്റഡ് വ്യൂസ് വേണം. മൂന്നാമത് ബ്രൗസ് ഫീച്ചറിൽ യൂട്യൂബ് കാണിക്കുമ്പോൾ ആ വ്യൂസും നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും യൂട്യൂബ് ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇംപ്രഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിന് എത്ര ഇംപ്രഷൻ യൂട്യൂബ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ ഇംപ്രഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇംപ്രഷൻ കൊടുത്തത് ഈ ബ്രൗസ് ഫീച്ചറിലാണോ, സെർച്ചിലാണോ, അതേപോലെ സജസ്റ്റഡിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് SEO എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഡാൻസ് പരമായ ചാനലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻസ് എന്നൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് ഡാൻസ് എന്നടിക്കുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ഒരുപാട് കീവേഡുകൾ നമുക്ക് സജസ്റ്റഡ് ആയിട്ട് കാണിക്കും. അതിൽ ഏറ്റവും ബെറ്റർ കീവേഡ് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ആ കീവേഡ് എടുത്ത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും ഉപയോഗിക്കുക. അതേപോലെ തന്നെ അത് നിങ്ങളുടെ ടാഗായിട്ടും ഉപയോഗിക്കുക. അങ്ങനെ 1-2 മെയിൻ കീവേഡുകൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ ടൈറ്റിലും ടാഗിലും ഡിസ്ക്രിപ്ഷനിലും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്നല്ല, വേറെ ആരുടെയെങ്കിലും മൊബൈലിൽ നിന്ന് നിങ്ങൾ അടിച്ച കീവേഡ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ സെർച്ചിൽ കാണിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ കീവേഡ് ഒന്നുകൂടി ക്ലിയർ ആവുന്ന രീതിയിൽ നല്ല അടിപൊളി കീവേഡായിട്ട് നിങ്ങൾ അതിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അതേപോലെ തന്നെ റിലേറ്റഡ് ആയ എന്തെങ്കിലും നിങ്ങൾ ഇതിൽ ഉപയോഗിച്ച് നിങ്ങൾ ടാഗ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മറ്റാരെങ്കിലും നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ വീഡിയോ കാണിക്കുകയും അതുവഴി നിങ്ങൾക്ക് സെർച്ചിൽ നിന്ന് ഇംപ്രഷൻ ലഭിക്കുകയും ചെയ്യും. അതേപോലെ സെർച്ചിൽ നിന്നുള്ള ക്ലിക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കീവേഡ് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റേതെങ്കിലും വീഡിയോ ആയിരിക്കും അവർ കാണുന്നത്. അതിനടിയിൽ നമ്മളുടെ ഈ കീവേഡ് ഇട്ടത് കാരണം നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ ആ വീഡിയോ അതിന് തൊട്ട് അടിയിലായിട്ട് കാണിക്കുകയും അതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സജസ്റ്റഡ് ആയിട്ടുള്ള വ്യൂസ് ആയിട്ടും ലഭിക്കും. അപ്പോൾ SEO യൂട്യൂബിൽ മസ്റ്റാണ്. അത് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ, ഗ്രോ ആവുകയുള്ളൂ. അപ്പോൾ SEO എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റുമായിട്ടുള്ള ഒരു കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന കീവേഡിന് അടിയിലായിട്ട് നിങ്ങൾക്ക് കുറേ സജസ്റ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ വരും. ആ കീവേഡുകൾ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കീവേഡിൽ ഏറ്റവും നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ കീവേഡ് ഏതാണെന്ന് നിങ്ങൾക്കേ അറിവ്. അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ടൈറ്റിലും ടാഗിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തി നിങ്ങൾ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറലാകും. അതേപോലെ തന്നെ യൂട്യൂബ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിങ്ങളുടെ വീഡിയോ എത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.